ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1969 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സാറിന്റെ പേരിൽ സ്ഥാപിതമായിട്ടുള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ടാണ്, അഥവാ JNUവിനെ പറ്റിയിട്ടാണ്. ഇന്ത്യയിൽ നമ്മൾ ഓവറോൾ ഒരു യൂണിവേഴ്സിറ്റി റാങ്കിങ് എടുക്കുകയാണെങ്കിൽ രണ്ടാമതാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി റാങ്കിങ് വരുന്നത്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. ലൈക്ക് നിങ്ങളൊരു 3 ഇയർ UG പ്രോഗ്രാം ആണ് നോക്കുന്നതെങ്കിൽ JNUവിൽ നിങ്ങൾക്ക് BSc പ്രോഗ്രാം ഉണ്ട്, BA പ്രോഗ്രാം ഉണ്ട്, അങ്ങനെ കുറേ പ്രോഗ്രാംസ് അവിടെ അവൈലബിൾ ആണ്. അതേപോലെ നിങ്ങളൊരു BTech പ്രോഗ്രാമാണ്, അതായത് ഒരു 4 ഇയർ പ്രോഗ്രാമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് JNUവിൻ്റെ തന്നെ BTech പ്രോഗ്രാം വരും. പക്ഷേ അതിലൊരു സെപ്പറേറ്റ് അഡ്മിഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. കാരണം നമ്മളിപ്പം 3 ഇയർ പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻ ആണ് നോക്കുന്നതെങ്കിൽ നമുക്ക് CUT UG എക്സാം ത്രൂ ആണ്. എന്താണ് CUT UG എക്സാം എന്നുള്ളത് ഓൾറെഡി ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ത്രൂ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. എന്നാൽ BTech പ്രോഗ്രാം ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് JEE മെയിൻ എക്സാമിൻ്റെ സ്കോറും അതേപോലെ തന്നെ ജോസ കൗൺസിലിംഗ് ത്രൂ ആണ് അഡ്മിഷൻസ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു ഫീസിൻ്റെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ BTech കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഒരു 6 to 7 lakh ആണ് ഫീസ് വരുന്നത്. നമ്മൾ UG പ്രോഗ്രാമിൽ 3 ഇയർ പ്രോഗ്രാം ആണ് നോക്കുന്നതെങ്കിൽ ഫീസ് കമ്പാരിറ്റീവ്ലി കുറവാണ്, ഒരു 1 to 1.5 lakhs നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഫീസ് എന്ന് പറയുന്നത് ഹോസ്റ്റലും എല്ലാം കൂടി, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ പ്ലേസ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ കുറേ സൈറ്റിലൊക്കെ റിസർച്ച് ചെയ്ത് നോക്കിയതിൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്, ഡേറ്റയാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പ്ലേസ്മെന്റ്സ് ഇപ്പം BTech നോക്കുകയാണെങ്കിൽ ഒരു അത്യാവശ്യം നല്ല പാക്കേജ് തന്നെ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 11 LP ആണ് ആവറേജ് പാക്കേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അപ്പം സ്ലൈറ്റ് വേരിയേഷൻസ് ഒക്കെ മേ ബി ഉണ്ടാകാം. മറ്റേ പ്രോഗ്രാംസ് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്, ഒരു 6 to 7 ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്ലേസ്മെന്റ്സിൻ്റെ കേസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജാണ് JNU എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ JNUവിൻ്റെ BTech പ്രോഗ്രാമിനെ പറ്റിയിട്ട് ഫോക്കസ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.